ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ജപ്പാൻ, കൊറിയ മാർക്കറ്റുകൾ ബെറ്ററായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ്, ഹോങ്കോങ് മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ്. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നാസ്ഡാക്കും S&P 500 പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. എൻവിഡിയ, മൈക്രോസോഫ്റ്റ്, GE വെർണോവയ്ക്ക് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപ്പ് $3.85 ട്രില്യൺ ആണ്. യൂറോപ്പ് കഴിഞ്ഞ ആഴ്ചയിൽ ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകൾ, ചൈന മാത്രമാണ് വെള്ളിയാഴ്ച സ്ലൈറ്റ്ലി വീക്കായിരുന്നത്. പക്ഷേ ഓവറോൾ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ബെറ്റർ ആയിരുന്നു. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. $3,273 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ക്ലോസ് ചെയ്തിരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച. പക്ഷേ ഇന്ന് മോർണിംഗിൽ വീണ്ടും ഗോൾഡ് മുന്നേറുകയാണ്. $3,281 പെർ ഔൺസാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. സിൽവർ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കോപ്പർ ബെറ്ററായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം അലുമിനിയം, സിങ്ക് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇൻ്റർനാഷണൽ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ട്രംപിൻ്റെ ടാക്സ് ബില്ല് തന്നെയാണ് അമേരിക്കയിലെ ഒരു അറ്റൻഷൻ. സെനറ്റിൽ ഒരു പക്ഷേ ഈ ബില്ല് പരാജയപ്പെട്ടേക്കാം എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഇത് നൽകാൻ പോകുന്നത്. ഇനി ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ധാരാളം ഓർഡർ ബാക്കിംഗ് ന്യൂസുകളും അക്യൂസിഷൻ ന്യൂസുകളൊക്കെ ഉണ്ട്. മസ്കൻ ഡോക്ക് കൊളംബോയിലത്തെ ഒരു ഷിപ്പ് ബിൽഡിംഗ് കമ്പനീനെ അക്വയർ ചെയ്തിരിക്കുകയാണ്. കൊളംബോ ഡോക്യാർഡ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീനെയാണ് അക്വയർ ചെയ്തിരിക്കുന്നത്. മസ്കൻ ഡോക്കിനെ സംബന്ധിച്ചും ഒരു സ്ട്രാറ്റജിക് മൂവ് എന്നുള്ള നിലയ്ക്ക് ഇന്ത്യനെ സംബന്ധിച്ചും ഇത് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ആംബർ എൻ്റർപ്രൈസസ് പവർ വൺ മൈക്രോ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനീനെ അക്വയർ ചെയ്തിട്ടുണ്ട്. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം രംഗത്തുള്ളൊരു കമ്പനിയാണ്. ആംബറിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ ITD സെമെൻറ്റേഷൻ $580 കോടി ഓർഡർ ബാഗ് എത്തിയിട്ടുണ്ട്. BHEL $6,500 കോടി ഓർഡർ ബാഗ് എത്തിയിട്ടുണ്ട്. RVNL 213.22 കോടി ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഇൻ്ററാർക്ക് ബിൽഡിംഗ് പ്രൊഡക്ട്സ് 77 കോടി രൂപയുടെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓർഡർ ബാക്ക് ന്യൂസുകളാണ്. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനും ആക്മെ സോളാറും വീണ്ടും ഓർഡറുകൾ ബാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ന്യൂസുകളെല്ലാം തന്നെ ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. റിലയൻസ് പവറിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസും വീണ്ടും റിലയൻസ് പവറിന് പോസിറ്റീവാണ്. ഇൻ്റർനാഷണൽ ബിഡിങ്ങും കൂടി ആരംഭിക്കാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി സീറോ ഡെറ്റ് കമ്പനിയാണ്. അതോടൊപ്പം തന്നെ 1500 മെഗാവാട്ട് പവർ പ്രൊജക്റ്റുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ റിലയൻസ് പവറിൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. മറ്റ് കമ്പനികൾക്ക് 3-4 വർഷം കാത്തിരിക്കേണ്ടി വരും ഓർഡർ ചെയ്തതിന് ശേഷം. അപ്പോൾ ഈ ന്യൂസും റിലയൻസ് പവറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പൊതുവേ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് പോസിറ്റീവാണ്. ഈ ആഴ്ചയിൽ 6 മെയിൻ ബോർഡ് ലിസ്റ്റിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 13 SME കമ്പനികളും ലിസ്റ്റിംഗ് വരുന്നുണ്ട്. HDB ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ലിസ്റ്റിംഗ് ആണ് എല്ലാവരും നോക്കുന്നത്. ഗ്രേ മാർക്കറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 800, 850 അല്ലെങ്കിൽ 900 ലെവലിലാണിത് ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് സാധ്യത കാണുന്നത്. ഒപ്പം നയാര എനർജി 2017 റഷ്യൻ കമ്പനിയായ റോസ് നെഫ്റ്റ് അക്യൂർ ചെയ്തിരുന്നതാണ്. അവർ ഇന്ത്യയിലത്തെ സബ്സിഡിയറി സെല്ല് ചെയ്യാനുള്ള നീക്കത്തിലാണ്. റിലയൻസ് ആയിട്ടാണ് മേജർ ഡിസ്കഷൻ നടക്കുന്നതെന്ന് പറയപ്പെടുന്നു. തീർച്ചയായിട്ടും റിലയൻസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കാരണം ഈ കമ്പനീനെ അക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ റിലയൻസ് ഇന്ത്യയിലത്തെ നമ്പർ 1 റിഫൈനിങ് കമ്പനിയായിട്ട് മാറും. ഇപ്പോൾ ആ സ്ഥാനം IOCക്കാണ്. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസായിരിക്കും ഈ അക്വിസിഷൻ റിലയൻസ് നടത്തുകയാണെങ്കിൽ. റിലയൻസിൻ്റെ സ്റ്റോക്ക് പ്രൈസിലും ഒരു അപ്വേർഡ് മൊമെൻറ്റം കാണാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് ന്യൂസ് ഫ്ലോസ്. എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പ്രോഫിറ്റുള്ള പൊസിഷനുകൾ അറ്റവധി റൈസിൽ കുറേ പ്രോഫിറ്റ് എടുക്കുന്നതെന്നായിരിക്കും. നമ്മുടെ വാല്യുവേഷൻ ഇപ്പോഴും പ്രീമിയം വാല്യുവേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അറ്റവധി റൈസിൽ ഒരു പ്രോഫിറ്റ് ബുക്ക് കണ്ടേക്കാം. എന്നിരുന്നാലും നിഫ്റ്റിയും സെൻസസും അടുത്ത 4 ആഴ്ചയ്ക്കുള്ളിൽ പുതിയ റെക്കോർഡ് ഹൈ എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. അത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ Q1 റിസൾട്ടുകൾ ജൂലൈ 2nd വീക്കോടുകൂടിയും അനൗൺസ്മെൻറ്റുകൾ വന്നു തുടങ്ങും. അതിനനുസരിച്ചിട്ടുള്ള ഒരു അപ്വേർഡ് മൊമെൻറ്റം നമ്മുടെ മാർക്കറ്റിൽ കാണാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.